തടി കുറയ്ക്കാനായിട്ട് ഒരുപാട് പേര് കൺസ്യൂം ചെയ്യുന്ന ഒന്നാണ് അല്ലെ ചിയാ സീഡ് എന്ന് പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ അതുപോലെ തന്നെ ശരിയായ അളവിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടിയേക്കും. 28 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് നമ്മൾ ചിയാ സീഡ് എപ്പോഴും കൺസ്യൂം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് റോ ആയിട്ടും പൊടിച്ചും കഴിക്കുന്നവരുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് വളരെയധികം അപകടകരമാണ്. തലേ ദിവസം അല്ലെങ്കിൽ കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് അതിന്റെ ജെല്ല് 10 ഇരട്ടി എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചിയാ സീഡ് കഴിക്കാൻ. മാത്രമല്ല സ്മൂത്തി, വാട്ടർ, സാലഡ് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് കഴിക്കാൻ. ഒരിക്കലും റോ ആയിട്ട് ഒറ്റയിരുപ്പിന് കഴിക്കാൻ പാടില്ല. റോ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ അന്നനാളത്തിൽ സ്റ്റക്ക് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. മാത്രമല്ല ഡയറിയ, ബ്ലോട്ടിംഗ് അതുപോലെ തന്നെ ഗ്യാസ് ഇഷ്യൂസ് ഇങ്ങനെ നിരവധി ഇഷ്യൂസിന് അത് കാരണമാവുകയും ചെയ്യും. എന്നാൽ ചിയാ സീഡ് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നെർവ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും വളരെയധികം ഉപകാരം ചെയ്യും. സോ നമ്മൾ എന്ത് കഴിക്കേണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. എളുപ്പത്തിൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.